നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 4 വർഷക്കാലം FC ബാഴ്സലോണയെ പരിശീലിപ്പിച്ചതിന് ശേഷം പരിശീലകനായ പെപ് ഗാർഡിയോള പിന്നീട് ചേക്കേറിയിരുന്നത് വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിലേക്കായിരുന്നു. പിന്നീട് 3 വർഷക്കാലമാണ് ബയേണിനെ അദ്ദേഹം പരിശീലിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം 2016 മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റു. അവിടുന്ന് ഇങ്ങോട്ടുള്ള 8 വർഷ കാലയളവിനുള്ളിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ ഈ ഒരു പരിശീലകന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2023 എന്ന കലണ്ടർ വർഷത്തിൽ 5 കിരീടങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റി പെപ്പിന് കീഴിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 2025 വരെ പെപ്പിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത സീസണിലേക്ക് ബയേണിന് ഒരു പുതിയ പരിശീലകനെ ആവശ്യമുണ്ട്. ഈ സ്ഥാനത്തേക്ക് പെപ്പിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ പെപ്പ് ബയേണിലേക്ക് തിരിച്ചു പോകും എന്ന റൂമറുകളോട് അദ്ദേഹത്തിന്റെ കൺസൾട്ടിംഗ് ഏജൻസിയായ ടാക്ടിക് ഗ്രൂപ്പ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് കോൺട്രാക്ട് പൂർത്തിയാകുന്നത് വരെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരാനാണ് ഇപ്പോൾ പെപ്പിന്റെ പ്ലാനുകൾ എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ബയേണിന് പെപ്പിന്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷെ ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയുമായി 2025 വരെ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. ആ കോൺട്രാക്ട് പൂർത്തിയാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ വളരെയധികം ഹാപ്പിയാണ്. ബയേണിലേക്ക് തിരികെ പോകുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ല. ഇതാണ് പെപ്പിന്റെ ഏജൻസി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തുക എന്നുള്ളതിനാണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പ്രീമിയർ ലീഗിൽ ആഴ്സണലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. അതേസമയം FA കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ. എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ റയലിനോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്തായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.